ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്നീ ടോപ്പിക്സുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ, അതേപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്നീ ടോപ്പിക്സുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. Generally, income tax is levied on income and not receipt. റിസീപ്റ്റിൻ്റെ മുകളിലല്ല, ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻകം ടാക്സിന് എന്ത് ചെയ്യുന്നത്, ലെവി ചെയ്യുന്നത്. സിമിലർലി, എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നാച്ചർ എലോൺ ആർ നോട്ട് ഡിഡക്റ്റബിൾ ഫ്രം ദി ഇൻകം ടു ഡിറ്റർമൈൻ ടാക്സബിൾ ഇൻകം ഓഫ് എൻ അസസി. ഓക്കെ, therefore it is essential to distinguish between receipt and incomes. ഓക്കെ, റിസീപ്റ്റും ഇൻകവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, തരംതിരിച്ചിട്ട് അറിയേണ്ടതുണ്ട്. റിസീപ്റ്റ് മേ ബി ഓഫ് ടു ടൈപ്സ്, ക്യാപിറ്റൽ റിസീപ്റ്റ് ആൻഡ് റവന്യൂ റിസീപ്റ്റ്. റിസീപ്റ്റ് രണ്ട് തരത്തിലാവാം, ക്യാപിറ്റൽ റിസീപ്റ്റും റവന്യൂ റിസീപ്റ്റും. സിമിലർലി എക്സ്പെൻഡിച്ചർ മേ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആവാം. ഓക്കെ, it is not possible to include a particular item under capital or revenue because an item may be of capital nature to one but the same may be of revenue nature to another. ഓക്കെ, ഒരു ഐറ്റം ക്യാപിറ്റൽ നേച്ചർ ആയിരിക്കും ഒരാൾക്ക്, എന്നാൽ മറ്റൊരാൾക്ക് അതെന്താവാം, അത് റവന്യൂ നേച്ചറും ആവാം. അപ്പോൾ ഇത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഐറ്റം ക്യാപിറ്റൽ ആണോ അല്ലെങ്കിൽ റവന്യൂ ആണോ എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, എക്സ്പെൻഡിച്ചർ ഫോർ പർച്ചേസിങ് എ കാർ. ഒരു കാറ് പർച്ചേസ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ നോർമൽ കോഴ്സസ്. സാധാരണ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ബട്ട് ഫോർ എ കാർ ഡീലർ, ആ ഒരു കാർ ഡീലർ എടുത്തു നോക്കുമ്പോൾ അതെന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അയാളത് സെയിൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്നു, അയാൾക്കത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, നോർമലി ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും അത് ഒരു കാർ ഡീലറെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇത് ഓരോ ആളുകൾക്കും എന്തായിരിക്കും, ക്യാപിറ്റലും റവന്യൂവും നേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ക്യാപിറ്റലും റവന്യൂവും വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റേഴ്സാണ് ഇത് ക്യാപിറ്റലാണോ റവന്യൂ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് അതിന് റിലവൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നാച്ചർ ഓഫ് റിസീപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇഫ് എ റിസീപ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഫിക്സ്ഡ് അസറ്റ്, ഒരു റിസീപ്റ്റ് ഫിക്സ്ഡ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീപ്റ്റ്, അത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കറണ്ട് അസറ്റ് ഓർ സർക്കുലേറ്റിംഗ് അസറ്റ് ഇറ്റ് ഈസ് എ റവന്യൂ റിസീപ്റ്റ്. ഓക്കെ, ഒരു ഫിക്സ്ഡ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ഇനി ഒരു കറണ്ട് അസറ്റുമായിട്ട് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതെന്താണ്, റവന്യൂ റിസീപ്റ്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണാണ് ടേർമിനേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻകം. അതായത് എനി സം റിസീവ്ഡ് ആസ് കോമ്പൻസേഷൻ ഫോർ ദി ടേർമിനേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻകം ഈസ് ക്യാപിറ്റൽ റിസീപ്റ്റ്. ഒരു സോഴ്സ് ഓഫ് ഇൻകം ടേർമിനേറ്റ് ചെയ്തതിൽ നിന്നും കിട്ടുന്ന കോമ്പൻസേഷൻ അതെന്താണ്, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീപ്റ്റ്. അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. നോർമലി സച്ച് റെസിപ്റ്റ്സ് ആർ നോട്ട് ടാക്സബിൾ. ഹവർ ദി ആക്ട് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ബൈ വിച്ച് സച്ച് റിസീപ്റ്റ് ഷാൾ ബിക്കം ടാക്സബിൾ. ഓക്കെ, സാധാരണ ഇത് ടാക്സബിൾ അല്ലെങ്കിലും ഇൻകം ടാക്സ് ആക്ടിൽ ചില പ്രൊവിഷൻസിനനുസരിച്ച് ആ റിസീപ്റ്റ് ടാക്സബിൾ ആവുന്നുണ്ട്. ഓക്കെ, ഏതായാലും ടേർമിനേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ അതിന് കിട്ടുന്ന കോമ്പൻസേഷൻ എന്താണ്, ക്യാപിറ്റൽ റിസീപ്റ്റാണ്. തേർഡ് വൺ വരുന്നത് റിസീപ്റ്റ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻകം ആണ്. എനി റിസീപ്റ്റ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻകം ഈസ് റവന്യൂ റിസീപ്റ്റ്. ഇൻ അതർ വേർഡ്സ്, കോമ്പൻസേഷൻ ഫോർ ദി പ്രോഫിറ്റ് ടു ബി ഏൺഡ് ഇൻ ഫ്യൂച്ചർ ഈസ് റവന്യൂ റിസീപ്റ്റ്. ഫ്യൂച്ചറിൽ ഏൺ ചെയ്യുന്ന ഒരു പ്രോഫിറ്റിനും വേണ്ടിയിട്ട് കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്താണ്, റവന്യൂ റിസീപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കാം. വെൻ എ ബിസിനസ് ഈസ് സോൾഡ് ആസ് ഹോൾ, ഒരു ബിസിനസ് മൊത്തമായിട്ട് വിൽക്കുന്നതാണെങ്കിൽ റിസീപ്റ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദാറ്റ് അസറ്റ് എക്സെപ്റ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് ക്യാപിറ്റൽ റിസീപ്റ്റ്. ഓക്കെ, മൊത്തമായിട്ട് വിൽക്കുമ്പോൾ അത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ബട്ട് ദി എമൗണ്ട് റിസീവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് റവന്യൂ റിസീപ്റ്റ്. ഓക്കെ, റവന്യൂ റിസീപ്റ്റ് ആണ് എവിടെ, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അത് റവന്യൂ റിസീപ്റ്റ് ആയിരിക്കും.
ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് കോമ്പൻസേഷൻ ഓൺ സറണ്ടർ ഓഫ് എ റേറ്റ്. അതായത് എനി എമൗണ്ട് റിസീവ്ഡ് ആസ് കോമ്പൻസേഷൻ ഓൺ സറണ്ടർ ഈസ് ക്യാപിറ്റൽ റിസീപ്റ്റ്, whereas any amount received for loss in future income is a revenue receipt. Okay, for example, when an author gives up his copyright, ഓക്കെ, ഒരു ഓതർ അയാളുടെ കോപ്പി റൈറ്റ് കൊടുക്കുന്നതാണെങ്കിൽ അതിന് റിസീവ് ചെയ്യുന്ന കോമ്പൻസേഷൻ ഇറ്റ് ഈസ് എന്താണ്, ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ബട്ട് വെൻ ഹി റിസീവ് ഇറ്റ് ആസ് അഡ്വാൻസ് റോയൽറ്റി ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫോർ ഫ്യൂച്ചർ ഇയേഴ്സിന് ഇറ്റ് ഈസ് എ റവന്യൂ റിസീപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേർപ്പസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. വെൻ ആൻ അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഫോർ പേഴ്സണൽ ഓർ ഡൊമസ്റ്റിക് യൂസ് and later sold by chance, it is not a revenue receipt. On the other hand, when the same asset is purchased by trader with the purpose of selling the same, the receipt is revenue nature. അപ്പോൾ ഇവിടെ പേർപ്പസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് നോക്കുന്നത്. ഇവിടെ ട്രേഡർ വാങ്ങിക്കുന്നത് എന്തിനാണ്, സെല്ലിംഗ് പർപ്പസിനാണ്. അപ്പോൾ അവർ റവന്യൂ ആണ്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് സം എക്സാമ്പിൾസ് ഫോർ ക്യാപിറ്റൽ റിസീപ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് സെയിൽസ് പ്രൈസ് ഓഫ് ടെക്നിക്കൽ നോ ഹൗ ഓർ കൊമേഴ്ഷ്യൽ റേറ്റിംഗ്. കൊമേഴ്ഷ്യൽ റേറ്റോ അല്ലെങ്കിൽ ടെക്നിക്കൽ നോ ഹൗവോ സെയിൽ ചെയ്തുകൊണ്ട് കിട്ടുന്ന എമൗണ്ട്. രണ്ടാമത്തേത് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി for wrongful dismissal from service. Okay, the next third one, amount received by the assessee for removing earth from his land for bricks making. Then നാലാമത്തേത് contribution received by electric supply company from consumers for installation of service lanes. നെക്സ്റ്റ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് എ ടൈപ്പ്റൈറ്റർ ഓഫ് എ ബിസിനസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ക്യാപിറ്റൽ റിസീപ്റ്റിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, ഇനി റവന്യൂ റിസീപ്റ്റിന് എക്സാമ്പിളുകൾ നോക്കാം. ഡാമേജസ് അവാർഡഡ് ബൈ എ കോർട്ട് ടു എ കമ്പനി ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ അനദർ കമ്പനി. രണ്ടാമത്തേത് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഡിസേബിൾഡ് ഫോർ ഷോർട്ട് പീരീഡ് ബൈ ആക്സിഡൻറ്റ്, thus losing income, but if the person is permanently disabled, compensation received will be capital received. അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്തു, ഒരു ആക്സിഡൻറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഡിസേബിൾഡ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൻസേഷൻ എന്താണ്, റവന്യൂ റിസീപ്റ്റ് ആണ്. എന്നാൽ കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ എ പേഴ്സൺ പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആണെങ്കിൽ അത് കിട്ടുന്നത്, അയാൾക്ക് കിട്ടുന്നത് എന്താണ്, ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ഇനി മൂന്നാമത്തത് റിവാർഡ് ഫ്രം ദി എംപ്ലോയർ ഫോർ ഗുഡ് സർവീസ്. ദെൻ നാലാമത്തത് ബോണസ് ഷെയർസ് റിസീവ്ഡ് ബൈ എ ഡീലർ ഓഫ് ഷെയർസ്. ദെൻ നെക്സ്റ്റ് ഇൻകം ഫ്രം മൈൻസ് ആൻഡ് ക്വാറീസ്. ഇതൊക്കെ എന്താണ്, എക്സാമ്പിൾസ് ഫോർ റവന്യൂ റിസീപ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് മാറ്റേഴ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈഡിങ് നാച്ചർ ഓഫ് റിസീപ്റ്റ്. റിസീപ്റ്റിൻ്റെ നാച്ചർ ഡിസൈഡ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മാറ്റേഴ്സുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിസീപ്റ്റ് ഇൻ ലംസം ഓർ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് നമുക്ക് കിട്ടുന്നത് ലംസമായിട്ടാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണോ എന്നതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് എ റിസീപ്റ്റ് വിൽ നോട്ട് ബിക്കം ക്യാപിറ്റൽ റിസീപ്റ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി റീസൺ ദാറ്റ് ഈസ് ഇറ്റ് വാസ് റിസീവ്ഡ് ഇൻ ലംസമായിട്ട് കിട്ടിയത് കൊണ്ട്, അതായത് ഒരു എമൗണ്ട് മൊത്തത്തിൽ നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ട് അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണെന്ന് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ റവന്യൂ റിസീപ്റ്റ്സ് മേ ബി ഇൻ ലംസം. റവന്യൂ റിസീപ്റ്റ് എന്താവാം, ലംസം ആവാം, ആൻഡ് ക്യാപിറ്റൽ റിസീപ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ആവാം. ദസ് വെദർ എ റിസീപ്റ്റ് ഈസ് പീരിയോഡിക് റിസീപ്റ്റ് ഓർ എ സിംഗിൾ റിസീപ്റ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഫോർ ഡിറ്റർമൈനിങ് ഇറ്റ്സ് നേച്ചർ. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ വരുന്നത് നേച്ചർ ഓഫ് റിസീപ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് റെസിപ്പിയൻറ്റ്. ഓക്കെ, ദെൻ അതിൽ നേച്ചർ ഓഫ് റിസീപ്റ്റ് വിൽ ബി ഡിറ്റർമൈൻഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പേഴ്സൺ റിസീവിങ് ദി ഇൻകം. സോഴ്സ് ഫ്രം വിച്ച് ദി എമൗണ്ട് പെയ്ഡ് ഈസ് നോട്ട് റിലവൻറ്റ്. എവിടുന്നാണോ സോഴ്സ് വരുന്നത് അതെന്തല്ല, റിലവൻ്റ് അല്ല. പക്ഷേ ഇത് ആരാണോ റിസീവ് ചെയ്യുന്നത് അതാണ് ഡിറ്റർമൈനിങ് ഫാക്ടർ വരുന്നത്. ഫോർ എക്സാമ്പിൾ, സാലറി പെയ്ഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ബൈ എ കമ്പനി വിൽ ബി റവന്യൂ റിസീപ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ഓക്കെ, ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലിന് മുകളിൽ കൊടുക്കുന്ന സാലറി എന്നുള്ളത് അതെന്താണ്, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റവന്യൂ റിസീപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മാറ്റർ വരുന്നത് എമൗണ്ട് ഓഫ് റിസീപ്റ്റ് ആണ്.
സാധാരണ നമ്മളൊരു വലിയ എമൗണ്ട് ആണ്, ബൾക്ക് എമൗണ്ട് ആണെങ്കിൽ അത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആണെന്നും ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് റവന്യൂ റിസീപ്റ്റ് ആണെന്നും നമുക്ക് പറയാൻ പറ്റൂല. ദി എമൗണ്ട് ഓഫ് റിസീപ്റ്റ് വെദർ ബിഗ് ഓർ സ്മോൾ കനോട്ട് ഡിസൈഡ് ദി നാച്ചർ ഓഫ് ദി റിസീപ്റ്റ്. Capital receipt may be of small amount and the same time revenue receipt may be of huge amount. Therefore, the size of receipt is not at all material in deciding the nature of transaction. Okay. The next one ആണ് name of receipt. റിസീപ്റ്റിൻ്റെ പേര് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ക്യാപിറ്റൽ ആണോ റവന്യൂ ആണെന്ന് പറയാൻ പറ്റൂല. നെയിം ഗിവൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി റെസിപ്പിയൻ്റ് ഈസ് ഇമ്മെറ്റീരിയൽ to determine capital or revenue nature of the receipt. Capital payment by a person may be a revenue receipt in the hands of recipient. The character of the receipt is important and not the name. Okay, name alla pradhanam, avada adinte character aanu pradhanam. Next വരുന്നത് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. പേയ്മെൻറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ need not be capital receipt for the recipient. However, in the case of trust fund, if the beneficiary is entitled not only to the income but also to the capital, payment given to the beneficiary out of the fund would be capital receipt. Okay, the next ഇതിൽ വരുന്നത് ടൈം ഓഫ് റിസീപ്റ്റ് ആണ്. അതായത് ദി നാച്ചർ ഓഫ് റിസീപ്റ്റ് ഹാസ് ടു ബി ഡിറ്റർമൈൻഡ് അറ്റ് ദി ടൈം വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് നോട്ട് ആഫ്റ്റർ വാർഡ്സ് when it has been appropriated by the recipient. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് റിസീപ്റ്റ് ആണ് നോക്കേണ്ടത്. ഓരോ സമയത്തും അതിൻ്റെ എന്താണ് റിസീപ്റ്റിൻ്റെ നാച്ചർ എന്താണെന്ന് എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യുന്നു. അല്ലാതെ അതിനുശേഷം അത് എന്താവണമെന്നില്ല, ക്യാപിറ്റലോ അല്ല റവന്യൂ ആണെന്നില്ല. അത് നമ്മൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ നാച്ചർ എങ്ങനെയാണോ വരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ആണോ റവന്യൂ ആണെന്ന് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. Then next we are discussing capital and revenue expenses. Okay, capital income, capital revenue income, അതേപോലെ തന്നെ capital expenseും ഉണ്ട്, revenue expenseും ഉണ്ട്. It is also necessary to distinguish between capital and revenue expenditure for tax purpose. Only revenue expenses are allowed to deduct for computing profit of a business. അതായത് ഇൻകം ഫ്രം പ്രോഫിറ്റ് ഓർ ഗെയിൻസ് എന്നത് പാർട്ടിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അലൗഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻസുകളെയാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് റവന്യൂ എക്സ്പെൻസിനെ തരംതിരിച്ച് അറിയേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദി ടെസ്റ്റ് which are applied to determine whether a particular expenditure is to capital expenditure or revenue expenditure. ഒരു എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ ആണോ അല്ലെങ്കിൽ റവന്യൂ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ടെസ്റ്റാണ് പറയുന്നത്. ഫസ്റ്റ് ഒന്നാമത് വരുന്നത് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു അക്വയർ എ ഫിക്സ്ഡ് അസെറ്റ് ഓർ ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസസ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ഫിക്സ്ഡ് അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ അക്വയർ ചെയ്യാനോ ആവശ്യമായ എക്സ്പെൻസ് എന്താണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതെന്താണ്, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇനി രണ്ടാമത്തെ വരുന്നത് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ബൈ ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് വാങ്ങിക്കുകയാണ്, ഫോർ റീസെയിലിന് വാങ്ങിക്കുകയാണെങ്കിൽ അതെന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇനി തേർഡ് വൺ വരുന്നത് എനി പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡിസ്ചാർജ് എ ക്യാപിറ്റൽ ലയബിലിറ്റി, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് an expenditure incurred to meet a revenue liability, that is revenue expenditure. Okay, the next നാലാമത്തത് if expenditure is incurred to acquire a source of income. ഒരു സോഴ്സ് ഓഫ് ഇൻകം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതെന്തായിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. If the expenditure is incurred to increase the earning capacity of an asset, ഒരു അസറ്റിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെന്തായിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഇനി അതർ ഹാൻഡിൽ എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു മെയിൻറ്റെയിൻ ആൻഡ് കീപ്പ് ആൻ അസറ്റ്. ഓക്കെ, ഒരു അസറ്റ് ഗുഡ് കണ്ടീഷനിൽ, ഗുഡ് വർക്കിംഗ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് സം എക്സാമ്പിൾസ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിലൊന്നാമത്തത് കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്റ്റിംഗ്, റീഫർണിഷിംഗ് എക്സെട്ര ഓഫ് എ ബിസിനസ് ബിൽഡിംഗ്. ഒരു ബിസിനസ് ബിൽഡിംഗ് എന്ത് ചെയ്യുന്നു, റീകൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റീഫർണിഷ് ചെയ്യാൻ വേണ്ടി ആവശ്യമാകുന്ന എക്സ്പെൻസ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ലിറ്റിഗേഷൻ റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റും എന്താണ്, ഇവിടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്.
ഇനി നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഫോർ ഫിറ്റിംഗ് ന്യൂ വിൻഡോസ്. ഓക്കെ, പുതിയ വിൻഡോസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടറി ബിൽഡിങ്ങിൽ, അതൊക്കെ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഫോർ എറക്റ്റിംഗ് ടെമ്പററി സ്ട്രക്ചർ. ടെമ്പററി സ്ട്രക്ചറിൽ എന്തെങ്കിലും എറക്ഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ നെക്സ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി അസസി വിത്ത് എ വ്യൂ ടു കീപ്പ് കോമ്പറ്റീറ്റർ ഔട്ട് ഓഫ് ഹിസ് ബിസിനസ് ഫീൽഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ദി പ്രൈസ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് കോപ്പി റൈറ്റ്. കോപ്പി റൈറ്റ് സാധാരണ നമ്മൾ ബുക്സൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതിന് ആവശ്യമായ കോപ്പി റൈറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് എമൗണ്ട് പെയ്ഡ് ടു അക്വയർ മാനുഫാക്ചറിങ് ടെക്നിക്ക്. മാനുഫാക്ചറിങ് ടെക്നിക്കുകളോ അല്ലെങ്കിൽ ഡ്രോയിങ് ടെക്നിക്കുകളോ അതായത് മെറ്റീരിയൽ സ്പെസിഫിക്കേഷനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസ് എന്താണ്, ക്യാപിറ്റൽ നേച്ചറാണ്. നെക്സ്റ്റ് പ്രൈസ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് പാർട്ട്നേഴ്സ് ഷെയർ. പാർട്ട്നേഴ്സ് ഷെയർ വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്ന പ്രൈസ്. ദെൻ പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ ദി അക്വിസിഷൻ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ അക്വയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും എന്താണ്, ഇവിടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ് പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ യൂസ് ഓഫ് ട്രേഡ് മാർക്സ് ആൻഡ് പാറ്റൻറ്റ്. ഓക്കെ, ട്രേഡ് മാർക്സ് അല്ലെങ്കിൽ പാറ്റൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പേയ്മെൻറ്റ്സുകൾ. രണ്ടാമത്തത് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ക്യാപിറ്റൽ അസറ്റ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസുകൾ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് ഫൈൻഡിങ് ഔട്ട് കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസുകൾ. നാലാമത്തത് എമൗണ്ട് ഓഫ് റിബേറ്റ് ടു കസ്റ്റമേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി നോർമൽ ബിസിനസ് പ്രാക്ടീസ്. എമൗണ്ട് ഓഫ് റിബേറ്റ് എന്താണ്, ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തെ വരുന്നത് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഫോർ റൈസിംഗ് ലോൺസ് സച്ച് എസ് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ, ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ. ദെൻ ആറാമത്തത് എനി ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി ലോക്കൽ അതോറിറ്റി ഫോർ ബിസിനസ്. ലോക്കൽ അതോറിറ്റികൾ എന്ത് ചെയ്യുന്നു, ഇമ്പോസ് ചെയ്യുന്ന ടാക്സുകൾ. ദെൻ നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ മെയിൻറ്റെയിനിങ് ഓഫീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഒരു ഓഫീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറും എന്താണ്, ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. Then next we are discussing revenue losses and capital losses. Okay, that it is also necessary to distinguish between revenue losses and capital losses. That the capital losses are dealt with capital gains, whereas revenue losses are treated as business loss and are treated under the head profit and gains of business or profession. റവന്യൂ ലോസിനെ നമ്മൾ ഏതിലാണ് എടുക്കുന്നത്, ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളതില്ലേ അതിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നതിലാണ് എടുക്കുന്നത്. ദെൻ റവന്യൂ ലോസസ് ഈസ് എ ടൈപ്പ് ഓഫ് ലോസ് which is incurred on the sale of goods or by the destruction of stock or non-recovery of an amount due from person who are pay the amount. അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ലോസിന് സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോക്ക് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്ന ലോസ് ആണ് എന്ത്, റവന്യൂ ലോസസ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ക്യാപിറ്റൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റുമായിട്ടുണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിലൊന്നാമത്തത് capital expenditure is incurred in acquiring, extending or improving a fixed asset. ഒരു ഫിക്സ്ഡ് അസറ്റ് ഇംപ്രൂവ് ചെയ്യാനോ അല്ലെ അക്വയർ ചെയ്യാനോ അല്ലെ എക്സ്റ്റെൻഡ് ചെയ്യാനോ ആവശ്യമായ എക്സ്പെൻഡിച്ചർ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. വേറസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് incurred in the normal course of business, routine business expenditure. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഡിഫറൻറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഡിഫറൻറ്റ് വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രൊഡ്യൂസേഴ്സ് ബെനിഫിറ്റ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു, ബെനിഫിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫോർ സെവറൽ പ്രീവിയസ് ഇയർ. ഒരുപാട് വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിനെ ബെനിഫിറ്റ്സ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ഒരു എക്സാമ്പിളാണ്, ഒരു മെഷീനറി നമ്മൾ വാങ്ങിക്കുന്നു. ഈ മെഷീനറി കൊണ്ട് നമുക്ക് ഒരുപാട് വർഷം എന്ത് ചെയ്യാൻ പറ്റും, അതിന് പ്രൊഡക്ഷൻ നടത്തുവാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റ്സുകൾ എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. വേറസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് കൺസ്യൂമഡ് വിത്തിൻ എ പ്രീവിയസ് ഇയർ. ഒരു വർഷം മാത്രമേ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടുകയുള്ളൂ.
നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേക്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഏണിംഗ് കപ്പാസിറ്റി. ഏണിംഗ് കപ്പാസിറ്റിയിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ദി പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റി. പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ. നാലാമത്തെ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് എ നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോൺ റിക്കറിങ് നേച്ചറാണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? റിക്കറിങ് എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദീസ് ആർ ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ.